തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള മഹാക്ഷേത്രങ്ങളിലൊന്നാണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. രാജഭരണകാലത്ത് അമൂല്യമായ പലതും ഭഗവാന് കാണിക്കയായി സമർപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ഇതിനു പകരം ഇവിടെ ഉണ്ടായിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അപൂർവ ലോഹം കൊണ്ടുണ്ടാക്കിയ കമ്പവിളക്കുകൾ. അറ്റകുറ്റപ്പണികളുടെ പേരിലാണ് കമ്പവിളക്കുകൾ അഥവാ തട്ടുവിളക്കുകൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയത്. സാങ്കേതിക വിദ്യകൾ ഇത്ര വികസിച്ചിട്ടില്ലാത്ത കാലത്ത് വെറും 2 ആഴ്ച കൊണ്ട് ഉത്തരവിറക്കി വിളക്കുകൾ പൊളിച്ചു കടത്തി. ഭക്തർ വലിയ രീതിയിൽ പ്രതിഷേധിച്ചു. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. കാണിക്കയെടുക്കാൻ അനുവദിച്ചില്ല. ഒടുവിൽ പഴയ ലോഹക്കൂട്ടുകൊണ്ടുള്ള വിളക്കുകൾ സ്ഥാപിക്കാമെന്ന് ഉറപ്പ് നൽകി. പക്ഷേ വെറും ഓടുകൊണ്ടുള്ള പുതിയ വിളക്കുകളാണ് ഇപ്പോഴുമുള്ളത്. ദേവസ്വം വിജിലൻസും പിന്നീട് പോലീസും കേസ് അന്വേഷിച്ചു. തിരുവാഭരണം കമ്മീഷണർ, ഓവർസിയർ, കരാറുകാരൻ തുടങ്ങിയവരായിരുന്നു പ്രതികൾ. പക്ഷേ ആരും ശിക്ഷിക്കപ്പെട്ടില്ല. കാരണം കേസിന്റെ വിചാരണ ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൂറുമാറി. ഹരിപ്പാട്ടെ ദേവന്റെ മുതൽ കട്ടവർക്കെതിരെ ശക്തമായ നടപടി സർക്കാരും ദേവസ്വം ബോർഡും എടുത്തിരുന്നെങ്കിൽ അമ്പലക്കള്ളന്മാരുടെ എണ്ണം കുറഞ്ഞേനെ. കമ്പവിളക്ക് കൊള്ളയ്ക്കെതിരെ ഹരിപ്പാട്ടെ ഭക്തർ പ്രതികരിച്ചതുകൊണ്ട് മാത്രം അമ്പലപ്പുഴ, ആറന്മുള തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ വിളക്കുകൾ സംരക്ഷിക്കപ്പെട്ടു.